കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി മലയാളത്തിന്റെ പ്രിയ കവി കുരീപ്പുഴ ശ്രീമാർ കുട്ടികളുമായി സംവദിച്ചു. ഇക്കഴിഞ്ഞ 21-ന് ആരംഭിച്ച് മെയ് 21-ന് അവസാനിക്കുന്ന വായനാക്കളരിയുടെ 7ാം ദിവസമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ സ്വാഗതം പറഞ്ഞു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം, ഡോക്ടർ ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 21-ാം തീയതി വരെ വളരെ സജീവമായി നടക്കുന്ന നമ്മുടെ ക്യാമ്പിലേക്ക് ഇന്ന് എത്തിച്ചേർന്നത് മലയാളത്തിൻ്റെ പ്രിയ കവി, അഷ്ടമുടിയുടെ ഇഷ്ടഗായകൻ ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സാറാണ്. ഞാൻ ഇന്ന് എത്തിച്ചേർന്ന യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നതിനുമാണ്. നിങ്ങളിൽ ഒരുവനായി തന്നെയാണ് ഞാനും എത്തിച്ചേർന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള നല്ല വ്യക്തിത്വങ്ങളുടെ നല്ല ആശയങ്ങൾ, നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ കേൾക്കുകയും അത് ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. അദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പ്രത്യേകിച്ച് വാക്കുകൾ ആവശ്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന്, കവിതകളിൽ നിന്ന്, കൊച്ചു കൊച്ചു ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ചിന്തകളെ ആകപ്പാടെ നമ്മുടെ മൊത്തത്തിൽ മാറ്റുന്ന ഒരു സായാഹ്നമായിരിക്കും എന്ന്. തുടർന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. സംഗീതത്തിലാണ് ഒരാൾ ചൊല്ലിയത്, കൊള്ളാം കേട്ടോ. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തേൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. ഞാൻ ആ കുട്ടി പാടിയതിൻ്റെ രീതി അനുസരിച്ചാണ് ഈ രണ്ടാമത് പാടിയത് കേട്ടോ. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തേൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. ഈ കവിത എനിക്ക് പറഞ്ഞത് കുഞ്ഞുണ്ണി മാസ്റ്റർ എന്ന കവിയാണ്. നിങ്ങൾക്ക് അറിയാവുന്നൊരു കവിയല്ലേ കുഞ്ഞുണ്ണി മാസ്റ്റർ. ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വലപ്പാട് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം ജനിച്ചത് അവിടെയാണ്, അദ്ദേഹം മരിച്ചത് അവിടെയാണ്. ഇതിനിടയ്ക്ക് കുറേ കാലം അദ്ദേഹം കോഴിക്കോട് മീൻചന്ത എന്നൊരു സ്ഥലമുണ്ട്, അവിടെയുള്ളൊരു സ്കൂളിൽ മാഷായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. അന്നാണ് ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിരുന്നത്. ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പല കവിതകളും നിങ്ങൾക്ക് അറിയാവുന്ന കവിതകളായിരിക്കും. ഒന്ന് രണ്ട് കൊച്ചു കവിതകൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ ഇല്ലയെന്ന് ഓർമ്മിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. പൂച്ചയെക്കുറിച്ചുള്ള കവിത അറിയാം. പൂച്ച നല്ല പൂച്ച, ഓർക്ക പറയണം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഈ കവി, ആ കവിയുടെ പേരെന്താണ്? കുഞ്ഞുണ്ണി മാസ്റ്റർ. അദ്ദേഹം ജനിച്ചതും മരിച്ചതും ഏത് സ്ഥലത്താണ്? എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ വലപ്പാട് എന്ന സ്ഥലത്താണ്. അദ്ദേഹം കുട്ടികളുടെ കവിയായിട്ടാണ് അറിയപ്പെടുന്നത്. വലിയ ആശയങ്ങളുള്ള കവിതകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ദീർഘമായ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടില്ല. ചെറിയ ചെറിയ കവിതകളിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് കവിത എഴുതാൻ കഴിവുണ്ടായിരുന്ന അസാധാരണനായ ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാസ്റ്റർ എന്ന കവി. അദ്ദേഹമാണ് ഞങ്ങൾ കുട്ടികൾക്ക്, അന്നത്തെ കുട്ടികളായിരുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു തരുന്നത്, ഈ കവിത പറഞ്ഞു തരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാരെഴുതിയ കവിതയാണെന്ന് എനിക്കറിയില്ല, ഞാനൊരു കുട്ടിയിൽ നിന്നും കേട്ടു പഠിച്ചതാണ് ഈ കവിത എന്ന് പറയുന്നത്.
അപ്പോൾ കുട്ടിയിൽ നിന്ന് കേട്ട് പഠിച്ചെന്ന് പറഞ്ഞാൽ കുട്ടിയാണ് ഗുരു. കുഞ്ഞുണ്ണി മാഷ് അധ്യാപകനാണെങ്കിലും ഈ കുട്ടിയുടെ മുമ്പിൽ അദ്ദേഹം ശിഷ്യനാണ്. കുട്ടിയുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെപ്പോലെ ഇരുന്നു കൊടുത്തിട്ടാണ് ഈ കുട്ടി ഇത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ അധ്യാപകനെ ഒരു കുട്ടി പഠിപ്പിച്ച കവിതയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തേൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. താളം പഠിച്ച് പറയാമോ? ഈ കൈ രണ്ടും കൂടെ കൂട്ടി പഠിച്ചുകൊണ്ട് ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തേൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം. ഈ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ഒരു കവിതയാണ് പൂച്ച നല്ല പൂച്ച എന്നുള്ള കവിത. ഇതുപോലെ രസകരമായിട്ടുള്ള ആശയപ്രധാനമായിട്ടുള്ള ഒരുപാട് കവിതകൾ കുഞ്ഞുണ്ണി മാസ്റ്റർ എഴുതിയിട്ടുണ്ട്. അതിലുള്ള വേറൊരു കവിതയാണ് ഞാൻ പറയാൻ പോകുന്നത്. മാമ്പഴത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. മാമ്പഴത്തെക്കുറിച്ച് വേറൊരു കവിതയുണ്ട്, വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, വൈലോപ്പള്ളി ശ്രീധരമേനോൻ എന്ന കവി എഴുതിയൊരു കവിത. ഇതങ്ങനെയല്ല, ഇത് കുഞ്ഞുണ്ണി മാഷ് എഴുതിയ മാമ്പഴത്തെക്കുറിച്ചുള്ള കവിതയാണ്. ഒരു കാറ്റടിച്ചപ്പോൾ, ഒരു മാങ്ങ വീണപ്പോൾ, ഒരുപാട് പിള്ളരങ്ങ് ഓടിച്ചെന്ന് ഉന്തായി, തള്ളായി, തിക്കായി, തിരക്കായി, ചക്കര മാമ്പഴം ചപ്പിളി പിളിയായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കവിത. അതിങ്ങനെയാണ് ചൊല്ലേണ്ടത്. നിങ്ങളത് ഏറ്റവും ചൊല്ലണ്ട, ഞാനിങ്ങനെ ചൊല്ലി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഒരു കാറ്റടിച്ചപ്പോൾ, ഒരു മാങ്ങ വീണപ്പോൾ, ഒരുപാട് പിള്ളരങ്ങോടി ചെന്നൊന്തായി, തള്ളായി, തിക്കായി, തിരക്കായി, ചക്കര മാമ്പഴം ചപ്പിളി പിളിയായി. ഇത് കേവലം ഒരു മാമ്പഴത്തെക്കുറിച്ചുള്ള കവിതയാണ് നമ്മൾ പറയുമെങ്കിലും, പക്ഷേ കൂടുതൽ ആലോചിച്ചാൽ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണെന്നോ ഇന്ത്യയുടെ ജനാധിപത്യമാണെന്നോ ഒക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് വിശകലനം ചെയ്തൊക്കെ പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കവിയാണ് നമ്മൾ ആദ്യം കണ്ടത്, കുഞ്ഞുണ്ണി മാസ്റ്റർ എന്ന കവി. അത് ഏത് ജില്ലയിലാണ് ജനിച്ചത് കുട്ടികളെ? തൃശ്ശൂർ ജില്ലയിൽ. ഏത് സ്ഥലമാണ്? വലപ്പാട് എന്ന സ്ഥലം. നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ട് അല്ലേ? ഒരുപാട് കവികളുമുണ്ട്. എത്ര കവികളുണ്ട്? കവികളുടെ എണ്ണം ഇതുവരെ ആരും എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന കവികളുടെ എണ്ണം പോലും എടുത്താൽ അത് ഒരു നോട്ട്ബുക്കിലും തികയത്തില്ല. അത്രമാത്രം കൂടുതൽ കവികളുള്ള ഒരു ഭാഷയാണ് എൻ്റെയും നിങ്ങളുടെയും മാതൃഭാഷയായ മലയാളം. ഏതാണ് നമ്മുടെ മാതൃഭാഷ? മലയാളം. മലയാളത്തിൽ ധാരാളം കവികളുണ്ട്. അങ്ങനെയാണെങ്കിൽ 14 ജില്ലകളുണ്ടല്ലോ. ചില ജില്ലകളിലെ ചില കവികളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലെ കവികൾ ആരെല്ലാമായിരുന്നു എന്ന് ആലോചിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച് വളർന്ന് ആലപ്പുഴയിൽ വെച്ച് മരിച്ചുപോയ ഒരു കവി, വളരെ പ്രസിദ്ധനായൊരു കവിയാണ്. അദ്ദേഹം ജനിച്ച അരവനെ അല്ല, ഉള്ളൂർ ജനിച്ചത് ചങ്ങനാശ്ശേരി എന്നുള്ള സ്ഥലത്താണ്. അത് കോട്ടയം ജില്ലയിലാണ്. അദ്ദേഹം ജീവിച്ചത് ഉള്ളൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്. അതുകൊണ്ട് ഉള്ളൂരിനെ സമ്പൂർണ്ണമായിട്ടും തിരുവനന്തപുരം ജില്ലയുടെ ഒരു കവിയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. വാസ്തവത്തിൽ ചങ്ങനാശ്ശേരി കോട്ടയം ആയതുകൊണ്ട് അദ്ദേഹം കോട്ടയത്തുകാരനാണ്. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് കോട്ടയത്തുകാരനാണ്. ഇവിടെ വന്ന് വളരെ കാലം ജോലി ചെയ്ത് ഉള്ളൂർ എന്നുള്ള പേരുമൊക്കെ സ്വീകരിച്ച്, ഉള്ളൂർ എസ് പരമേശ്വരൻ എന്നുള്ള പേരൊക്കെ സ്വീകരിച്ച് ഇവിടുത്തുകാരനായി മാറിയത്. പക്ഷേ ഇവിടെ ജനിച്ചൊരു കവിയുണ്ട്, ഈ തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചൊരു കവിയുണ്ട്. ആരാണെന്ന് പറയാമോ? ഞാൻ അങ്ങോട്ട് കയറാനുള്ള 1-2 പ്രവേശന നമ്പറുകൾ തരാം. അതായത്, 1, അദ്ദേഹം ജനിച്ച സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പറയട്ടെ, കായിക്കര. അറിയത്തില്ല. അദ്ദേഹം ജീവിച്ച സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞേക്കും. തോന്നയ്ക്കൽ. അറിയാം. അദ്ദേഹം മരിച്ച സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കും. പല്ലന. ഓർമ്മയുണ്ടോ? ഇല്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങളുടെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ആദ്യകാലത്തുണ്ടായ ഒരു കവിതയുടെ പേരാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾ പറയും. വീണപ്പൂവ്. കുമാരനാശാൻ.
ആരാണ്? എല്ലാ കുട്ടികളും പറയൂ, കുമാരനാശാൻ. കുമാരനാശാൻ ജനിച്ചത് കായിക്കരയിൽ. എവിടെയാണ്? മരിച്ചത് പല്ലനയിൽ, ജീവിച്ചത് തോന്നയ്ക്കലിൽ. അദ്ദേഹത്തിൻ്റെ 2-3 കവിതകളുടെ പുസ്തകങ്ങളുടെ പേരുകൾ മാത്രമാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി മാത്രം. ഒരു പ്രധാനപ്പെട്ട കവിത എന്ന് പറയും വീണപൂ എന്ന് പറയുന്ന കവിത തന്നെയാണ്. ആ കവിത ആരംഭിക്കുന്നത് ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭൂവിലസ്ഥിര അസംശയം, ഇങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വേറൊരു കവിതയുടെ പേരാണ് ഇനി ഞാൻ പറയുന്നത്. എല്ലാ കുഞ്ഞുമക്കളും ഞാൻ ഈ പറയുന്ന പുസ്തകത്തിൻ്റെ പേര് ഏറ്റുപറയുകയും മനസ്സിൽ കുറിച്ച് വയ്ക്കുകയും ചെയ്യും. ദുരവസ്ഥ. എന്താണ് ദുരവസ്ഥ? 1921 എന്ന വർഷത്തിൽ മലബാർ പ്രദേശത്ത് ഒരു കലാപം ഉണ്ടായി. ആ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ വളരെ പുരോഗമന രീതിയിലുള്ള ഒരു കവിതയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. കേരളം കണ്ട ഏറ്റവും പുരോഗമനവാദിയായ ഒരു കവി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്, അല്ലേ? ആ കവി ജനിച്ച സ്ഥലം ഏതാണ്? പറയൂ, മറന്നുപോയാ? കായിക്കര. ഏതാണ്? ഉറക്കെ പറയൂ. കായിക്കര. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇനി ഞാൻ നിങ്ങളൊന്ന് ഉണർന്ന് വരാൻ വേണ്ടിയിട്ട് വേറൊരു കവിത പറയാൻ പോവാണ്. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ള കവിത നിങ്ങൾ വായിച്ചല്ലോ, അത് നിങ്ങൾ കേട്ടല്ലോ. അതുപോലൊരു കവിത. നിങ്ങളെപ്പോലെ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു ചേരയെ കാണുന്നു. ചേരയെ നിങ്ങൾക്ക് പേടിയാണോ അതോ പേടിയില്ലയോ? ചേര ഒരു പാവജീവിയാണല്ലേ. ആ ചേരയെ കണ്ട കാര്യം വീട്ടിൽ ചെന്ന ഒരാളോട് പറയുന്നതാണ് ഈ കവിത. ആ കവിത ഇങ്ങനെയാണ്: ചേലക്കോട്ട കോന്തൻ മാമ. പറഞ്ഞോ. ഞാൻ ഇന്നൊരു ചേരയെ കണ്ടു. ചേര എന്നെ കണ്ണുരുട്ടി, ഞാനും കുറേ മണ്ണുരുട്ടി. ചേര എന്നെ നാക്ക് നീട്ടി, ഞാനും എൻ്റെ കയ്യു നീട്ടി. ചേര എന്നെ വാലുപൊക്കി, ഞാനും എൻ്റെ കാലുപൊക്കി. ചേര എന്നെ കടിക്കാൻ വന്നേ, ഞാനതിനെ പിടിക്കാൻ ചെന്നേ. ചേരയോടി കാട്ടിക്കയറി, ഞാനും എൻ്റെ വീട്ടിൽ പോയി. ഇതാണ് ആ കവിത. ഇതും ആരെഴുതിയ കവിതയാണെന്ന് എനിക്കറിയില്ല. ഇത് നമുക്കെല്ലാവർക്കും കൂടി ചെറിയൊരു സംഗീതത്തിൽ ഇങ്ങനെ ചൊല്ലാം. താളം പഠിച്ച് നിങ്ങൾ ചൊല്ലണം. ചേലക്കോട്ടക്കൊന്തൻ മാമ, ഞാൻ ഇന്നൊരു ചേരയെ കണ്ടു. ചേര എന്നെ കണ്ണുരുട്ടി, ഞാനും കുറേ മണ്ണുരുട്ടി. ചേര എന്നെ നാക്കു നീട്ടി, ഞാനും എൻ്റെ കയ്യു നീട്ടി. ചേര എന്നെ വാലുപൊക്കി, ഞാനും എൻ്റെ കാലുപൊക്കി. ചേര എന്നെ കടിക്കാൻ വന്നേ, ഞാനതിനെ പിടിക്കാൻ ചെന്നേ. ചേരയോടി കാട്ടിക്കയറി, ഞാനും എൻ്റെ വീട്ടിൽ പോയി. ഇഷ്ടപ്പെട്ടോ ഈ നാടോടിപ്പാട്ട്? ഇന്ന് കൈയടിച്ച എല്ലാവരും. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ ജനിച്ച ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒരു വലിയ കവിയെക്കുറിച്ചാണ്. ആ കവിയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ആ കവി ജനിച്ചത് എവിടെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില സൂചനകൾ ഞാൻ തരുന്നതാണ്. പറയാൻ ശ്രമിച്ചു നോക്കണം. ആ കവി ജനിച്ചത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ്. പേര് പറയാമോ? പ്രിയപ്രസതിമാർ അവിടെ ജനിച്ച ആളാണ്. പക്ഷേ പുള്ളിക്ക് ജ്ഞാനപീഠ അവാർഡൊന്നും കിട്ടിയിട്ടില്ല. പുള്ളി ഒരു മൈനർ പോയിട്ടാണ്, ചെറിയൊരു കവിയാണ്. പക്ഷേ അഷ്ടമുടിക്കായലിലെ തീരത്ത് ജനിച്ച ഒരു വലിയ കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. ഞാനങ്ങ് ജീവിച്ചിരിക്കില്ലേ. അദ്ദേഹം മരിച്ചുപോയി, ഇപ്പോഴില്ല. ഉറക്കെ പറഞ്ഞേ. ONV കുറുപ്പ്. എന്താ പോയിൻ്റെ പേര്? നല്ല 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 ഓർമ്മയുള്ളൊരു കുട്ടിയല്ലേ ഇത്. ഈ കുട്ടിയും പറഞ്ഞാൽ നമ്മുടെ പേരെന്താണ്? പറ.
ശ്രീനന്ദന. ശ്രീനന്ദനെ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞു ONV കുറുപ്പ്. ആരാണ് കവി? ONV കുറുപ്പ്. ആരാണ്? ONV കുറുപ്പ്. അഷ്ടമുടിക്കാനിലെ തീരത്തുള്ള ചവറ എന്ന സ്ഥലത്താണ് ജനിച്ചു കിടന്നത്. ONV നിങ്ങളെപ്പോലെ കുട്ടിയായിരുന്ന സമയത്ത് അവിടെ അടുത്ത് ചെണ്ട പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്ന് അവരെങ്ങനെയാണ് ചെണ്ട പഠിക്കുന്നത് എന്നിങ്ങനെ കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുമായിരുന്നു. അവരൊരു പ്രത്യേക കവിത ചൊല്ലിക്കൊണ്ടാണ് ചെണ്ട ഇങ്ങനെ മുട്ടിയിരുന്നത് അല്ലെങ്കിൽ കൊട്ടിയിരുന്നത്, ചെണ്ട അവർ വായിക്കാൻ പഠിച്ചിരുന്നത്. ആ കവിതയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. തൊണ്ടെട്, പറ, മടലെട്, തൊണ്ടെട്, മടലെട്, കൊത്തിങ്ങിട്, കൊയ്യാലങ്ങിട്. തൊണ്ടെട് മടലെട്, തൊണ്ടെട് മടലെട്, പറ, തൊണ്ടെട് മടലെട്, തൊണ്ടെട് മടലെട്, കൊത്തിങ്ങിട്, കൊയ്യാലങ്ങിട്, കൊത്തിങ്ങിട്, കൊയ്യാലങ്ങിട്. എല്ലാവരും ഇത് കൈയടിച്ചേ. ഇനി ഞാൻ വേറെ 2 പേര് പറയാൻ പോവാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കൈയടിച്ച് പറഞ്ഞേ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഈ കവി അറിയാമോ? ആർക്കെങ്കിലും വല്ല ഊഹമുണ്ടോ? ഈ കവിയുടെ പേരാണ്, പത്തനംതിട്ട സ്വദേശിയായ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന ഈ കവിയുടെ പേരാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കടമ്മനിട്ട രാമകൃഷ്ണൻ. എന്താണ്? മിടുക്കൻ. കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹം മറ്റ് കവികളെപ്പോലെ ആയിരുന്നില്ല. അദ്ദേഹം നമ്മുടെ നിയമസഭയിലൊരു അംഗമായിരുന്നു. ആറന്മുള മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ അംഗമായ ഒരു കവിയായിരുന്നു. കേരളം മുഴുവൻ കവിത ചൊല്ലി നടന്ന വളരെ പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കവിതകൾ എന്ന് പറയുന്നത് ഒന്ന് കോഴി എന്ന് പറയുന്ന കവിതയാണ്, ഒന്ന് കിരാതവൃത്തം എന്ന കവിതയാണ്, ഒന്ന് കുറത്തി എന്ന കവിതയാണ്, ഒന്ന് ചാക്കാല എന്ന കവിതയാണ്. അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള വലിയൊരു കവിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത കടമ്മനിട്ട രാമകൃഷ്ണൻ. ആരാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇനി ഒരു കൊച്ചു നാടോടിപ്പാട്ട് പറയട്ടെ. ഞാനും നീയും ചെണ്ട, റോസാപ്പൂവിൻ്റെ മണ്ട. ഞാനും നീയും ചെണ്ട, റോസാപ്പൂവിൻ്റെ മണ്ട. ഞാനും നീയും ചെണ്ട, റോസാപ്പൂവിൻ്റെ മണ്ട. കൊല്ലം ജില്ല കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജില്ല ഏതാ മക്കളെ? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് കവികളുണ്ടായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലുണ്ടായ ഒരു കവി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, മരിച്ചുപോയി. ആ കവിയുടെ പേരാണ് ഇനി ഞാൻ പറയുന്നത്. പേര് പറയുന്നതിന് മുൻപ് ആ കവിയെക്കുറിച്ചുള്ള ചില സൂചനകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയിലെ 2 വരി ഞാൻ ആദ്യം പറയാൻ പോകുന്നു. കുഞ്ഞുമക്കൾ ആലോചിച്ച് നോക്കണം. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും വന്നു നിശബ്ദമായി. ഓർമ്മയുണ്ടോ? വേറെ കവിതയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. സർഗസംഗീതം. ഓർമ്മയുണ്ടോ? ഇല്ല. വേറെ കവിതയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അശ്വമേധം. ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. ആരാ പറഞ്ഞേ? ഒരു പേര് ഇവിടെ പറഞ്ഞായിരുന്നല്ലേ? വയലാർ രാമവർമ്മ. ആരാണ്? വയലാർ രാമവർമ്മ. ആരാണ്? ഉറക്കെ പറയൂ. എല്ലാ മക്കളും ഉറക്കെ പറ. വയലാർ രാമവർമ്മ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന് 1-2 പുസ്തകങ്ങളുടെ പേരാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റു പറയുന്നു. ഒന്ന് സർഗസംഗീതം. ഒരു ജൂഡാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റലി കവിതകൾ, മുളങ്കാട്. അങ്ങനെ ധാരാളം കവിതകളുണ്ട്. പക്ഷേ അദ്ദേഹം ധാരാളം സിനിമാ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സിനിമാ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് മാത്രമല്ല, നാടക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്തെ ഒരു നാടക ഗാനത്തിൻ്റെ 4 വരിയോ അല്ലെങ്കിൽ 2 വരിയോ ഞാൻ പറയുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അത് ഏറ്റു പറയാം. ബലികുടീരങ്ങളെ. അറിയാം, കേട്ടിട്ടുണ്ടത്? ബലികുടീരങ്ങളെ സ്മരണകളിരമ്പം രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്?
ഇതാരെഴുതിയതാണ്? ഇതാരെഴുതിയതാ? വയലാർ. ആരാണ് കുട്ടികളെ? ഒന്ന് കൈയടിച്ച് എല്ലാവരും. ഉണർന്നിരിക്കണം കേട്ടോ, എപ്പോഴും ഉണർന്നിരിക്കണം. വയലാർ രാമവർമ്മ. പറഞ്ഞോളൂ. ഇനി ആലപ്പുഴ തന്നെ ഉണ്ടായിരുന്ന ഒരു കവി ഉണ്ടായിരുന്നു, കവി നാടകക്കാരനുണ്ടായിരുന്നു, കാവാലം നാരായണ പണിക്കർ. അദ്ദേഹം പറഞ്ഞെന്ന ഒരു നാടൻ പാട്ടാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിങ്ങനെയാണ്, വളരെ ചെറിയൊരു പാട്ടാണ്, പക്ഷേ അതിന് അത്ഭുതകരമായ കാര്യമുണ്ട് ഈ പാട്ടിനകത്ത്. കാകാകൃതി, ഉറക്കെ പറ. കാകാകൃതി കനകൃതി കാക്കേ നിൻ്റെ കൂകൂകൃതി കുനകൃതി കൂടെവിടെ മാമാകൃതി മനകൃതി മാവിൻ്റെ കോകോകൃതി കൊനകൃതി കൊമ്പത്ത്. അതിങ്ങനെയാണ് പാടേണ്ടത്. കാവാലം നാരായണ പണിക്കർ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങൾ കുട്ടികളായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. കാകാകൃതി കനകൃതി കാക്കേ നിൻ്റെ. പറഞ്ഞോ, കൈയടിച്ചു പറ, താളം അടിച്ചു പറ. കാകാകൃതി കനകൃതി കാക്കേ നിൻ്റെ കൂകൂകൃതി കുനകൃതി കൂടെവിടെ മാമാകൃതി മനകൃതി മാവിൻ്റെ കോകോകൃതി കൊനകൃതി കൊമ്പത്ത്. ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എത്രമാത്രം വേണമെങ്കിലും നീട്ടി 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 ഇങ്ങനെ ചൊല്ലാന്നുള്ളതാണ്. ഞാനത് ചെറുതായിട്ട് പറയട്ടെ, നിങ്ങൾ ഏറ്റു പറയട്ടെ, കേട്ടുകൊണ്ടിരുന്നാൽ മതി. കാകാകൃതി കനകൃതി 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 കാക്കേ നിൻ്റെ കൂകൂകൃതി കുനകൃതി 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 കൂടെവിടെ മാമാകൃതി മനകൃതി 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 മാവിൻ്റെ കോകോകൃതി കൊനകൃതി 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 കൊമ്പത്ത്. ഇനിയും ഇത് നീട്ടി പറയാം. കാകാകൃതി കനകൃതി 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 കാക്കേ നിൻ്റെ കൂകൂകൃതി കുനകൃതി 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 കൂടെവിടെ. ഈ രീതിയിൽ എത്ര വേണമെങ്കിലും നീട്ടി പറയാവുന്ന ഒരു നാടൻ പാട്ടാണ് കുട്ടനാട്ടുകാർ ആരോ ഉണ്ടാക്കിയിട്ടുള്ള ഈ നാടൻ പാട്ട്. ഇടയാൻ വന്നോരുക്കും നിന്നോരുക്കും പണ്ടേ അബത്തെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർവത്ത് നൊടിയിൽ മതയാനെ മെരുത്തിടും കരുത്ത് ഇവനെ പടച്ചു വിട്ടേ കടവുരയ്ക്ക് 10ൽ 10 ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലൂമിനാറ്റി. ആന്തെങ്ങും പെന്തെങ്ങും ആടണ കണ്ടേ അയ്യാട്ടവും മുയ്യാട്ടവും കണ്ടുപഠിച്ചേ. അപ്പോൾ ഈ മറുപടിയിലേക്ക് തൃപ്തി തോന്നില്ല. അത് കാരണം അയാൾ വീണ്ടും ചോദിച്ചു, ഇടിവെണ്ണ ഇളങ്കഞ്ഞി എള്ളുകറുമ്പി എവിടെ ചെന്നട്ടം പഠിച്ചോ അങ്കവുങ്ങും പെങ്കവുങ്ങും ആടണ കണ്ടേ അയ്യാട്ടവും മുയ്യാട്ടവും കണ്ടുപഠിച്ചേ. ഇടിവെണ്ണ ഇളങ്കഞ്ഞി എള്ളുകറുമ്പി എവിടെ ചെന്നട്ടം പഠിച്ചോ അങ്കവുങ്ങും പെങ്കവുങ്ങും ആടണ കണ്ടേ അയ്യാട്ടവും മുയ്യാട്ടവും കണ്ടുപഠിച്ചേ. ഇടിവെണ്ണ ഇളങ്കഞ്ഞി എള്ളുകറുമ്പി എവിടെ ചെന്നട്ടം പഠിച്ചോ ആമ്പാമ്പും പെമ്പാമ്പും ആടണ കണ്ടേ അയ്യാട്ടവും മുയ്യാട്ടവും കണ്ടുപഠിച്ചേ. ഇടിവെണ്ണ ഇളങ്കഞ്ഞി എള്ളുകറുമ്പി എവിടെ ചെന്നട്ടം പഠിച്ചോ അങ്കീരിയും പെങ്കീരിയും ആടണ കണ്ടേ അയ്യാട്ടവും മുയ്യാട്ടവും കണ്ടുപഠിച്ചേ. ഇടിവെണ്ണ ഇളങ്കഞ്ഞി എള്ളുകറുമ്പി എവിടെ ചെന്നട്ടം പഠിച്ചോ അമ്മയിലും പെമ്മയിലും ആടണ കണ്ടേ അയ്യാട്ടവും മുയ്യാട്ടവും കണ്ടുപഠിച്ചേ. കളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാന്ന് ഉണ്ണിക്കളി പെണ്ണവൾ ആരിരാരം വേണ്ടാന്ന്. കളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാന്ന് ഉണ്ണിക്കളി പെണ്ണവൾക്ക് ആരിരാരം വേണ്ടാന്ന്. പാൽ കുറുക്കും ചക്കര പായസങ്ങൾ വേണ്ടാന്ന് വെള്ളരി
നടന്നു പോകും അക്കുറുമ്പിൻ തുണ്ടാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനെന്നും പാലെന്നും ചൊല്ലാതെ മായുന്ന പൊന്നെണ്ണി വായാണ് ഏതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചേലുള്ള ചിങ്കാരി കളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാന്ന് ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരിരാരും വേണ്ടാന്ന് കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലടി കേൾക്കണത് നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലടി കേൾക്കണത് നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലടി കേൾക്കണത് നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ ഉഴുതുമാറിച്ചൊരു കണ്ടത്തിൽ വിത്തു വിതക്കേണ്ടേ വിത്തു വീതച്ചാലോ പിന്നെ ഞാറ് മുറയ്ക്കുള്ളൂ വിത്തു വീതച്ചാല് പെണ്ണെ ഞാറ് മുറയ്ക്കുള്ളൂ കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലടി കേൾക്കണത് നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ കനുമരപായത്തിന് ഞാൻ കണ്ടപ്പോ മാമരമാകത്തരി എൻ്റെ പൊന്നാരെ മാമരമാകത്തരി തേനി കുളിച്ചാലും മാങ്ങേ കുളിച്ചാലും വിരാട സൂത്തിത്താനെ എൻ്റെ പൊന്നാരെ വിരാട സൂത്തിത്താനെ കണ്ണുമരപായത്തിന് ഞാൻ കണ്ടപ്പോ മാമരമാകത്തരി എല്ലാവരും പാടുവാ എല്ലാവരും കൂടി പാട് ഓരണ്ടാ ഓരണ്ടാ ഓടിത്തലരണ്ടാ പാടുന്ന പിശാച്. അത് എഴുതിയയാളിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ചങ്ങമ്പുഴ. 2 സർഗസംഗീതം വയലാർ രാമവർമ്മ. ഭൂമിക്കൊരു ചരമഗീതം ONV കുറുപ്പ്. നരകം ഒരു പ്രേമ കവിത എഴുതുന്നു D വിനയചന്ദ്രൻ. ജയിൽ മുറ്റത്തെ പൂക്കൾ A അയ്യപ്പൻ. കിരാതവൃത്തം കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇരുൾ ചിറകുകൾ സുഗതകുമാരി. രാത്രികൾ പകലുകൾ അയ്യപ്പ പണിക്കർ. സംക്രമണം ആറ്റൂർ രവിവർമ്മ. മകരക്കൊയ്ത്ത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഓടക്കുഴൽ G ശങ്കരക്കുറുപ്പ്. കീരി കീരി കിണ്ണം ദാ ഉറക്കെ പറ. കീരി കീരി കിണ്ണം ദാ കിണ്ണത്തിലിട്ടു കിലുക്കിത്ത അങ്ങേ തലയ്ക്ക് പൊക്കിത്ത ഇങ്ങേ തലയ്ക്ക് താത്തിത്ത കല്ലും നെല്ലും പോക്കിത്ത നല്ല അരി വെച്ച് വിളമ്പിത്ത കിരി കിരി കിണ്ണെന്താ. താളം ഓടിച്ച് പറയൂ മക്കളെ. കിരി കിരി കിണ്ണെന്താ കിണ്ണത്തിലിട്ടു കിലുക്കിത്ത അങ്ങേ തലയ്ക്ക് പൊക്കിത്ത ഇങ്ങേ തലയ്ക്ക് താത്തിത്ത
കല്ലും നെല്ലും പൊക്കിത്ത നല്ലരി വെച്ചു വിളമ്പിത്ത കിരി കിണ്ണന്ത കിണ്ണത്തിലിട്ടു കിലുക്കിത്ത. ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? പഠിച്ചിട്ടുണ്ടോ? 5ാം ക്ലാസ്സിൽ മറ്റേ പഠിക്കാനുള്ളത് ഒന്നില്ലേ? ഇനി ഇതുപോലെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ വേറൊരു കവിത. ആയി ഠായി മിഠായി തിന്നപ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി. ഇനി വേറെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ വേറൊരു കവിത. മാങ്ങ തോണ്ടാൻ തോട്ടിയുണ്ട്, മാങ്ങ പൂളാൻ കത്തിയുണ്ട്, മാങ്ങ തിന്നാൻ ഞാനുമുണ്ട്, മാങ്ങ മാത്രം മാവിലില്ല. മാങ്ങ തോണ്ടാൻ തോട്ടിയുണ്ട്, മാങ്ങ പൂളാൻ കത്തിയുണ്ട്, മാങ്ങ തിന്നാൻ ഞാനുമുണ്ട്, മാങ്ങ മാത്രം മാവിലില്ല. ഇനി വേറൊരു കവിത. വടകര വളവിൽ 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, എന്നാൽ നത്തിന് കണ്ണെത്ര? കണ്ണെത്ര? വടകര വളവിൽ 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, എന്നാൽ നത്തിന് കണ്ണെത്ര? സ്പീഡിലിങ്ങനെ പറഞ്ഞു നോക്കാം, പറയാം. വടകര വളവിൽ 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, എന്നാൽ നത്തിന് കണ്ണെത്ര? ഇതൊക്കെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ പറഞ്ഞെന്ന കവിതകളാണ്. അതുപോലെ വേറൊരു കവിത. തുള്ളിത്തുള്ളി വരുന്ന മഴ, തുള്ളിക്കൊരു കുടവെന്ന മഴ, കൊള്ളാമിമ്മഴ കൊള്ളരുതിമ്മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. തുള്ളിത്തുള്ളി വരുന്ന മഴ, തുള്ളിക്കൊരു കുടവെന്ന മഴ, കൊള്ളാമിമ്മഴ കൊള്ളരുതിമ്മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. കാക്കപാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. ആ വരുന്നതരാന, ഈ വരുന്നത് രീച്ച, ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. ആ വരുന്നതൊരാന, പെട്ടെന്ന് പറ. ആ വരുന്നതൊരാന, ഈ വരുന്നത് ഈച്ച, ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, രണ്ടിനുമില്ല പേടി. ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. ആന കീഴേ പോയി, ഈച്ച മേലെ പോയി. അണ്ണാറക്കണ്ണൻ 90 വാലൻ കണ്ണൂർ ചെന്നിട്ട് 800 രൂപയ്ക്ക് വെണ്ണീർ വാങ്ങിയിട്ട് വണ്ണൻ വരക്കുറി 3 ഇട്ടത് നെറ്റിമേലല്ല നടുപ്പുറത്തല്ലോ. ഇതൊക്കെയാണ് കുഞ്ഞുണ്ണി മാഷ് എനിക്ക് പറഞ്ഞു തന്ന കവിതകൾ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാക്കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസ് നയിക്കും. വായനാക്കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്.